അപ്പം ഇന്ത്യക്ക് സെമി ഫൈനലിൽ കയറണമെങ്കിൽ ഇന്ത്യയുടെ മുമ്പിലുള്ള സിനാരിയോസ് എന്തൊക്കെയാണ് അല്ലേ? അപ്പൊ ഇന്ത്യയുടെ വിധി ഇന്ത്യയുടെ കയ്യിലല്ല ഇപ്പം. വ്യാഴാഴ്ച സിംബാബ്വെ ആയിട്ടുള്ള മാച്ച് ഉണ്ട്. അതിന് തൊട്ട് മുമ്പ് ഉച്ചയ്ക്ക്, അന്ന് തന്നെ ഉച്ചയ്ക്ക് സൗത്ത് ആഫ്രിക്ക വെസ്റ്റ് ഇൻഡീസ്. അപ്പൊ ആ സൗത്ത് ആഫ്രിക്ക വെസ്റ്റ് ഇൻഡീസ് മാച്ച് എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ചോളം ഇറ്റ്സ് ആസ് ഇമ്പോർട്ടന്റ് ആസ് ദ മാച്ച് അഗൈൻസ്റ്റ് സിംബാബ്വെ അല്ലെ? കാര്യം എന്താണെന്ന് വെച്ചാൽ സൗത്ത് ആഫ്രിക്ക ജയിക്കുകയാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല, കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. പിന്നെ ബീറ്റ് സിംബാബ്വെ, ബീറ്റ് വെസ്റ്റ് ഇൻഡീസ്, നേരെ സെമി ഫൈനലിലോട്ട്. പക്ഷെ വെസ്റ്റ് ഇൻഡീസ് ജയിക്കുകയാണെങ്കിൽ ആകെ പണിപാളും, പിന്നെ കാര്യങ്ങൾ കുഴയും. കാര്യം വെസ്റ്റ് ഇൻഡീസിന് ഇപ്പോഴത്തെ നെറ്റ് റൺ റേറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് 5.3 ആണ്. അത് അവർ സൗത്ത് ആഫ്രിക്ക തോപ്പിച്ചു കഴിഞ്ഞാൽ 6-6ന്റെ അടുത്തോളം എത്തും. അപ്പൊ അവരെ പിടിച്ച ഘട്ടത്തിൽ അവർ ഓൾമോസ്റ്റ് ഡൺ ആണ്, ഫൈനലിൽ കയറും, സെമി ഫൈനലിൽ കയറും. പക്ഷെ സൗത്ത് ആഫ്രിക്ക പിന്നെ റൺ റേറ്റ് 3.8 ആണ്. അത് ഈവൻ ഇഫ് അവർ വെസ്റ്റ് ഇൻഡീസുമായിട്ട് തോക്കുകയാണെങ്കിൽ അവർക്ക് സിംബാബ്വെ ആയിട്ടൊരു മാച്ച് ഉണ്ട്. അപ്പൊ അവരുടെ മുമ്പ് ഇക്വേഷൻ കറക്റ്റ് ആയിട്ടുണ്ടായിരിക്കും എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പം അതൊരു ഫെയർ ഇനഫ് മാർജിനിലെങ്കിലും സൗത്ത് ആഫ്രിക്ക ജയിക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ കാര്യം കട്ടപ്പുകയായിരിക്കും. അപ്പം പിന്നെ അതാണ്. അപ്പം ഇന്ത്യയെ സംബന്ധിച്ചോളം വെസ്റ്റ് ഇൻഡീസ് സൗത്ത് ആഫ്രിക്ക എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഹ്യൂജ് മാച്ച് ശരിക്കും. പിന്നെ കാര്യം ഇന്ത്യയുടെ സമയം ഒരേ ഒരു അഡ്വാൻറ്റേജേ ഉള്ളൂ, എന്താണ് ചെയ്യേണ്ടതെന്ന് ഉച്ചയോടുകൂടി മനസ്സിലാവും. എന്താണ് ഇക്വേഷൻ, എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാവും. അപ്പം ചെന്നൈയിലെ സൂര്യകുമാർ യാദവ് ടോസിന് ഇറങ്ങുന്നതിന് മുമ്പ്, തൊട്ട് മുമ്പ് അഹമ്മദാബാദിലെ എയ്ഡൻ മാർക്കം പിന്നെ വിജയിച്ച് നിൽക്കും എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, വിശ്വസിക്കാം അല്ലെ? അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, കമൻറ്റ് ചെയ്തേക്കുക, പിന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ഫോളോ ചെയ്തേക്കുക. താങ്ക് യു.